തൊടുപുഴ മൂലമറ്റ് താഴ്ത്താമസമില്ലാത്ത KSEB ക്വാർട്ടേഴ്സുകൾ സർക്കാർ ജീവനക്കാർക്കോ പൊതുജനങ്ങൾക്കോ തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്കായി നിർമ്മിച്ച 300ഓളം ക്വാർട്ടേഴ്സുകളിൽ പാതിയിലേറെയും താമസക്കാരില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ഈ ക്വാർട്ടേഴ്സുകൾ നശിപ്പിച്ച് കളയരുതെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. മൂലമറ്റം പവർ ഹൗസിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്കായാണ് ഈ ക്വാർട്ടേഴ്സുകളെല്ലാം നിർമ്മിച്ചത്. ഏതാനും വർഷം മുമ്പ് വരെ ഇവിടെ 100 കണക്കിന് കുടുംബങ്ങൾ താമസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൽ പാതിയും ആൾതാമസമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ക്വാർട്ടേഴ്സുകളിൽ താമസമില്ലാതെ ആയതിനു ശേഷം ഈ ക്വാർട്ടേഴ്സുകളിൽ പുനരുദ്ധാരണമില്ലാതെ ഇത് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ക്വാർട്ടേഴ്സുകൾ അത്രയും പുനരുദ്ധരിച്ച് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുമായി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ KSEBക്ക് വലിയൊരു വരുമാന മാർഗമാണ് ഇവിടെ നാശോന്മുഖമായി നശിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി ഈ വിഷയത്തിലുണ്ടായാൽ വലിയൊരു സമ്പത്ത് KSEBക്ക് ലഭിക്കാനുള്ള മാർഗമാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ഈ ക്വാർട്ടേഴ്സുകൾ നശിപ്പിച്ചു കളയാതെ പൊതുജനങ്ങൾക്ക് താമസത്തിനായി തുറന്നു നൽകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നിരവധി കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മൂലമറ്റം എന്ന് പറയുന്നത്. അവിടെ ജോലി ചെയ്യുന്ന പലരും ഒരു 40-50 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാണ് നമ്മുടെ മൂലമറ്റത്തേക്ക് ഓഫീസുകളിലേക്ക് എത്തിച്ചേരുന്നത്. പലരും ബസ്സിലും മറ്റും സ്വന്തം വാഹനത്തിലേക്കാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അവർക്ക് ഈ മൂലമറ്റത്തെ ഈ KSEB ക്വാർട്ടേഴ്സൊക്കെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അവരുടെ യാത്രാ ദുരിതത്തിനും അതുപോലെ താമസ സൗകര്യത്തിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഈ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മൂലമറ്റം എന്ന് പറയുന്നത്. എലപ്പള്ളി, ഏടാടും, കണ്ണിക്കലും തുടങ്ങിയ മലമുകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ മൂലമറ്റത്തിന് ശേഷമാണ് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ജോലി ആവശ്യത്തിനൊക്കെ ആയിട്ടോ പോകാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ പലരും ഇപ്പം മൂലമറ്റത്ത് പലരും കൂടിയ നിരക്കിലൊക്കെ വാടക താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ കുറഞ്ഞ നിരക്കിൽ ഈ വാടകയ്ക്ക് തുറന്നു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ക്വാർട്ടേഴ്സുകൾ നശിക്കുക മാത്രമല്ല സർക്കാരിന് ചെറിയ വരുമാന മാർഗം കൂടി ആകുകയും ചെയ്യും. അപ്പം കുറെ ക്വാർട്ടേഴ്സുകൾ ഇങ്ങനെ നശിച്ചു കിടപ്പുണ്ട്. ഇവിടെ കണ്ട പാതിയിലേറെ ക്വാർട്ടേഴ്സുകളിലും താമസക്കാരില്ല. ഇവ അർഹതപ്പെട്ടവർക്ക് വാടകയ്ക്ക് നൽകിയാൽ അതിലൂടെ വൈദ്യുതി വകുപ്പിന് വരുമാനം ലഭിക്കുമെന്ന് മാത്രമല്ല ഇവ നശിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്കും പുറമെ സർക്കാർ തലത്തിലുള്ള തീരുമാനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.